So dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. ഓക്കെ, ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്ന സെക്ഷനാണ്. ഓക്കെ, നിങ്ങൾ +1 ഇത് ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചതാണ് അല്ലേ, ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എന്താ പറയാ, +1 ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു 2 year ഗ്യാപ്പ് വന്നിട്ടുണ്ടാവല്ലോ. ജസ്റ്റ് നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം, അല്ല ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എ പീരിയോഡിക് മോഷൻ? പീരിയോഡിക് മോഷൻ എന്താണ്? പീരിയോഡിക് മോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, periodic motion is a motion which repeats after equal intervals of time. ഒരു പെർട്ടിക്കുലർ ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണുള്ളത്? പ്ലാനറ്ററി മോഷൻ, കറക്റ്റ് അല്ലേ? ദ റെവല്യൂഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ. അത് കൃത്യം ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എർത്തിന്റെ കേസിലാണെങ്കിൽ 365 days എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ സിമ്പിൾ പെൻഡുലം അനദർ എക്സാമ്പിൾ ആണ്. ദെൻ ലോഡഡ് സ്പ്രിംഗ്. ലോഡഡ് സ്പ്രിംഗ് എന്ന് പറയുന്നത് മറ്റൊരു എക്സാമ്പിൾ ആണ് ഫോർ പീരിയോഡിക് മോഷൻ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് മോഷൻ ആണ് ഓസിലേറ്ററി മോഷൻ. ഓക്കെ, ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി പീരിയോഡിക് മോഷനിൽ പറയുന്ന അതേ പോയിന്റ്, ആ ഫസ്റ്റ് കേസ് സെയിം ആണ്. ദ മോഷൻ വിച്ച് റിപ്പീറ്റ് ആഫ്റ്റർ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം എന്ന ഫസ്റ്റ് പോയിന്റ് സെയിം തന്നെയാണ് ഓസിലേറ്ററി മോഷനും വരുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഓസിലേറ്ററി മോഷനെ പീരിയോഡിക് മോഷനിൽ നിന്നും ഡിഫറെന്റ് ആക്കുന്നത്? What's that point? ഒരു പീരിയോഡിക് മോഷനെ ഓസിലേറ്ററി എന്നൊരു ടേം നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ, വെരി ഗുഡ്, ഇറ്റ് ഷുഡ് ബി ടു ആൻഡ് ഫ്രോ. ദ പാർട്ടിക്കിൾ മൂവ്സ് ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് എ ഫിക്സഡ് പോയിന്റ്. ഞാൻ തൊട്ടു മുമ്പ് കാണിച്ച എക്സാമ്പിൾസിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസും അതുപോലെ ലോഡഡ് സ്പ്രിംഗിന്റെ കേസും ആക്ച്വലി ഓസിലേറ്ററി മോഷൻ കൂടിയാണ്. പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷൻ നമുക്ക് പറയാം, ലോഡഡ് സ്പ്രിംഗ് ആണെങ്കിലും അതുപോലെ സിമ്പിൾ പെൻഡുലം ആണെങ്കിലും. അതേസമയം പ്ലാനറ്ററി മോഷൻ എന്തല്ല, അതൊരു ഓസിലേറ്ററി മോഷൻ ആവില്ല, ബിക്കോസ് അത് ടു ആൻഡ് ഫ്രോ അല്ല. ഓക്കെ, ദിസ് ഇസ് പീരിയോഡിക് ബട്ട് നോട്ട് ഓസിലേറ്ററി. ഓക്കെ, പീരിയോഡിക് ആണ് പക്ഷെ ഓസിലേറ്ററി അല്ല. ഓക്കെ, ഇപ്പൊ രണ്ട് ടൈപ്പിലുള്ള മോഷൻ ആണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്, ദാറ്റ് ഇസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. തേർഡ് ടൈപ്പ് ഓഫ് മോഷൻ ഇസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു മോഷനെ സിമ്പിൾ ഹാർമോണിക് എന്ന് പറയണമെങ്കിൽ അവിടെ അഡീഷണൽ ആയി മറ്റൊരു പോയിന്റും കൂടെ വരും. സിമ്പിൾ ഹാർമോണിക് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി പീരിയോഡിക് ആൻഡ് it should be to and fro. Additional to that, its restoring force should be proportional to its displacement from a fixed point. ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന പോയിന്റ് അതാണ്. അതായത് തൊട്ടു മുൻപ് പറഞ്ഞ പോലെ ടു ആൻഡ് ഫ്രോ ആയിരിക്കണം, പീരിയോഡിക്കും ആയിരിക്കണം. അത് കൂടാതെ സിമ്പിൾ ഹാർമോണിക് മോഷൻ അഥവാ SHM എന്ന് പറയണമെങ്കിൽ ഉള്ള പോയിന്റ് ആണ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഷുഡ് ബി പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഷുഡ് ബി പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഓരോരോ കണ്ടീഷൻസ് എക്സ്ട്രാ വരികയാണ് അല്ലെ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞപ്പോൾ എ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. ഇനി അത് ഓസിലേറ്ററി മോഷൻ ആയപ്പോൾ എന്തായി? ഒരു ടു ആൻഡ് ഫ്രോ എന്നൊരു കണ്ടീഷൻ കൂടെ എക്സ്ട്രാ വന്നു. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയപ്പോൾ ഇത് രണ്ടും കൂടാതെ another one, that is restoring force should be proportional to displacement. ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്തായിരിക്കും സിമ്പിൾ ഹാർമോണിക് മോഷന്റെ? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇപ്പൊ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ മാത്തമാറ്റിക്കൽ എങ്ങനെ എഴുതുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അതായത് F
അല്ലെ? റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് യൂസ് ചെയ്യുക. സോ എഫ് പ്രപ്പോർഷണൽ ടു or directly proportional to displacement. നോർമലി ഡിസ്പ്ലേസ്മെന്റിനെ ഡിനോട്ട് ചെയ്യാൻ എക്സ് എന്ന ലെറ്റർ ആണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മേ ബി നിങ്ങൾ +1 +2 പഠിച്ചപ്പോൾ പല സ്കൂളിലും വ്യത്യാസം ഉണ്ടാവാം കേട്ടോ. ചില സ്കൂളുകളിൽ വൈ എന്ന ലെറ്റർ യൂസ് ചെയ്യാറുണ്ട്, ചില സ്കൂൾസിൽ എക്സ് എന്ന ലെറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തായാലും മനസ്സിലാലോചിക്കുക. ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, എക്സ് എന്ന് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റിനാണ്. ദെൻ എന്തുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്? എഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നെഗറ്റീവ് എക്സ്. എന്താണ് നെഗറ്റീവ്? നെഗറ്റീവിന്റെ റീസൺ ആർക്കെങ്കിലും അറിയോ? ഒരു നെഗറ്റീവ് സൈൻ വരാൻ? ഓക്കെ, ദാറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിംഗ് ആണ്, ഓപ്പോസിറ്റ് ആണ്. അത് കാണിക്കുന്നതിനാണ് നമ്മൾ ആ നെഗറ്റീവ് സൈൻ ഇടുന്നത്. ദെൻ പ്രപ്പോർഷണാലിറ്റി സൈനെ ഈക്വൽ ടു സൈൻ ആക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? പ്രപ്പോർഷണാലിറ്റി സൈനെ നമ്മൾ ഈക്വൽ ടു സൈൻ ആക്കാൻ we need a constant. To change a proportionality sign to equality sign, we need a constant, and that constant is K, or it is called force constant. Very important. F is equal to minus Kx, where K is the force constant. Everyone should know this, okay? K is the force constant. Okay. F is equal to minus Kx. Then, wait a minute. Yeah. ഇത് നിങ്ങൾക്ക് അറിയുന്ന കേസ് തന്നെയാണ് അല്ലെ? ടൈം പീരീഡ്. എന്താണ് ടൈം പീരീഡ്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം പീരീഡ്. നോർമലി അതിന്റെ യൂണിറ്റ് സെക്കൻഡിലാണ് നമ്മൾ പറയാ. ടൈം പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ്. Then what is frequency? Frequency is the number of oscillations per second. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ഓസിലേഷൻസിന്റെ എണ്ണം, അതാണ് ഫ്രീക്വൻസി. ടൈം പീരീഡും ഫ്രീക്വൻസി മനസ്സിലായല്ലോ? ഒരു ഓസിലേഷന് വേണ്ട ടൈമാണ് ടൈം പീരീഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ഓസിലേഷൻസിന്റെ എണ്ണമാണ് ഫ്രീക്വൻസി. ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു, ടി ആൻഡ് എഫ്, എന്താണ്? ടി ഈക്വൽ ടു 1/f. റെസിപ്രോക്കലോ ഫ്രീക്വൻസി, ഇറ്റ് ഈസ് ടൈം പീരിയഡ്. ദെൻ ഡിസ്പ്ലേസ്മെന്റ്. ഏതൊരു ഓസിലേഷൻ എടുത്താലും അതിനൊരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ അത് റെസ്റ്റ് ചെയ്യുന്ന, ആ ഒരു ബോഡി റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ, അതിനെയാണ് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷൻ എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, ഇപ്പൊ സിമ്പിൾ പെൻഡുലം മനസ്സിലേക്ക് വരുന്നതാണ് ഏറ്റവും ഈസി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ അതിന്റെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്താൽ ആ സിമ്പിൾ പെൻഡുലം റെസ്റ്റിൽ നിൽക്കുമ്പോൾ, നമ്മൾ ഫോഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അത് റെസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പൊസിഷനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ നിന്നും നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയി ഉണ്ടാവുന്ന ഡിസ്റ്റൻസ്, the distance of the particle from the equilibrium position, that is called displacement. സ്ലൈഡ്സിൽ ഞാൻ എക്സ് എന്ന ലെറ്റർ വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. Then last type is amplitude. The maximum displacement is called amplitude. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഏറ്റവും മാക്സിമം ആയിട്ട് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയോ അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിന് ഇതൊക്കെ ആവശ്യം വരും. ഓക്കെ, F is equal to minus Kx നമ്മൾ ഓൾറെഡി പറഞ്ഞു for a simple harmonic motion. Then let me ask you, what is the standard equation of a straight line? What's the standard equation of a straight line? മാത്തമാറ്റിക്സിൽ പഠിച്ചതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ. ഒരുപാട് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പോയിന്റ് സ്ലോപ്പ് ഫോം, 2 പോയിന്റ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം, അങ്ങനെ. അതിൽ y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്നതാണ് എപ്പോഴും ഒരു ജനറലി നമ്മൾ സ്ട്രേറ്റ് ലൈനെ സൂചിപ്പിക്കുന്നതിനായിട്ട് എഴുതാറ്. വേർ y ആൻഡ് x, അത് yx കോർഡിനേറ്റ്സ് ആണ്. എന്താണ് m? What is m? M is the slope.
Then what about C? C is not a constant. Okay, Reshma, your answer is correct. It's an intercept. Accurate answer, Anne Maria പറഞ്ഞു. That is y-intercept. y-intercept എന്ന് തന്നെ പറയണം. Okay. ഇന്റർസെപ്റ്റ് രണ്ടെണ്ണം വരാം അല്ലെ, എക്സ് ഇന്റർസെപ്റ്റും ഉണ്ട് വൈ ഇന്റർസെപ്റ്റും ഉണ്ട്. അതിൽ ഈ ഒരു ഇക്വേഷൻ പ്രകാരം സി എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റ് ആണ്. നമുക്കിപ്പോ കിട്ടിയ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ഒന്നുകൂടെ നോക്കാം. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഞാൻ അതിനെ ജസ്റ്റ് ഒരു +0 കൂടെ ആഡ് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷനായിട്ട് മാച്ചിങ് ആയിട്ടാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത് അല്ലെ. യു ക്യാൻ കമ്പയർ ദീസ് ടു ഇക്വേഷൻസ്. y equal to mx plus c and f equal to minus kx plus 0. So using these two equations, y axis ൽ വരുന്നത് ഫോഴ്സ് ആണ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ശരിയല്ലേ? y എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇക്വേഷനിൽ വരുന്നത് f means ഫോഴ്സ്. ഹലോ, ഡൗട്ട് ആണോ ചോദിച്ചത്? ആരുടെ മൈക്ക് അൺമ്യൂട്ട് ആയിരുന്നു. ഓക്കെ, സംശയമാണെങ്കിൽ ചോദിച്ചോളൂ. ബൈ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, y കോർഡിനേറ്റില് y ആക്സിസിൽ നമുക്ക് വരുന്നത് ഫോഴ്സ് ആയിരിക്കും, അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ദെൻ m എന്ന് വെച്ചാൽ എമ്മിന് കറസ്പോണ്ടിങ് ആയി വരുന്ന വാല്യൂ ഇവിടെ എന്താണ്? സ്ലോപ്പ് ആയിട്ട് ഈ ഇക്വേഷൻ പ്രകാരം വരുന്നത് എന്താണ്? സിമ്പിൾ കെ. വെരി ഗുഡ്, കെ, അതായത് ഫോഴ്സ് കോൺസ്റ്റന്റ്. നെഗറ്റീവ് സൈൻ മറക്കരുത്, നെഗറ്റീവ് കെ ചെയ്യുന്നുണ്ട്. Then the y-intercept is 0. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. F is equal to minus kx plus 0 is actually an equation of straight line. So a simple harmonic motion graphically will be like this. ഇതുപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ ഫിഗർ എല്ലാവരും വരച്ചെടുക്കാം. കാരണം സിമ്പിൾ ഹാർമോണിക് മോഷനെ എങ്ങനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. അവർ പല ടൈപ്പിലുള്ള ഫിഗേഴ്സ് തന്നു. ഇങ്ങനെ അതായത് സ്ട്രേറ്റ് ലൈനിന്റെ തന്നെ പല മെത്തേഡിൽ ചെയ്തു. ഇപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റിലൂടെയാണ് പോകുന്നത് അല്ലെ സ്ട്രേറ്റ് ലൈൻ. അതാണ് ആക്ച്വൽ റെപ്രസെന്റേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അവരിങ്ങനെ മാറ്റി ഓപ്ഷൻ എ പാരാബോളിക് ഷേപ്പിൽ തരാം അല്ലെ, പല ടൈപ്പിലുള്ള പാരാബോള തരാം. ഇനി സ്ട്രേറ്റ് ലൈൻ തന്നെ വേണമെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിനെയും ഫോർത്ത് ക്വാഡ്രന്റിനെയും കണക്ട് ചെയ്തിട്ട് ഇത് പറയാം. ഓക്കെ, സോ പ്ലീസ് ഡ്രോ ദിസ് ഗ്രാഫ്. ദിസ് ഇസ് ദ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് a simple harmonic motion. നിങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് വരേണ്ടതായിരുന്നു ഇവിടെ. ആർക്കെങ്കിലും സംശയമുണ്ടോ? അതായത് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന സ്ട്രേറ്റ് ലൈൻ, ആ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സ്ട്രേറ്റ് ലൈൻ, അത് സെക്കൻഡ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റിലൂടെയാണ് വരച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ബിക്കോസ് ഫസ്റ്റ് ക്വാഡ്രന്റ് നോക്കൂ നിങ്ങൾ. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്ന നെഗറ്റീവ് സൈൻ. വെരി ഗുഡ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സിന്റെയും എഫിന്റെയും അതായത് y കോർഡിനേറ്റും എക്സ് കോർഡിനേറ്റും പോസിറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ എങ്ങനെയാ? അവിടെ ഫോഴ്സും അല്ലെങ്കിൽ y കോർഡിനേറ്റും എക്സ് കോർഡിനേറ്റും നെഗറ്റീവ് ആണ്. ഓക്കെ, പക്ഷേ സെക്കൻഡ് ആൻഡ് ഫോർത്ത് അവിടെയാണ് നേരെ ഓപ്പോസിറ്റ് സൈൻ വരുന്ന രണ്ട് ക്വാഡ്രന്റ്സ് വരുന്നത് അല്ലെ. സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് കോർഡിനേറ്റ്സ് നെഗറ്റീവും y കോർഡിനേറ്റ് പോസിറ്റീവും ആണ്. അതുപോലെ ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും y കോർഡിനേറ്റ് നെഗറ്റീവും ആണ്. ആ നെഗറ്റീവ് ഈ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ മതി. ഫോഴ്സിന്റെ വാല്യൂ പോസിറ്റീവ് ആവുമ്പോൾ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആവുമ്പോൾ ഫോഴ്സിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ജസ്റ്റ് ആ ഇക്വേഷനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഫിഗർ ഇങ്ങനെ തന്നെയാണ്. ഓപ്ഷൻ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്. സെക്കൻഡ് ക്വാഡ്രന്റിനെയും ഫോർത്ത് ക്വാഡ്രന്റിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ നെഗറ്റീവ് കെ ആയിരിക്കും സ്ലോപ്പ്. ആ ഒരു രീതിയിൽ വേണം വരയ്ക്കാൻ. അതും ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ഒറിജിനിലൂടെ പാസ് ചെയ്യണം. കാരണം y ഇന്റർസെപ്റ്റ് ഈസ് 0. ഒറിജിനെ ടച്ച് ചെയ്തിട്ട് വേണം ഈ സ്ട്രേറ്റ് ലൈൻ കടന്നു പോകാൻ. ഓക്കെ,
Then the differential equation of a simple harmonic motion. What is the differential equation of a simple harmonic motion? Simple harmonic motion differential equation. ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഡിവിഷൻ ഒക്കെ വരുന്നത്. So I will show you. Here d square x by dt square plus omega square x equal to 0. ഞാൻ again പറയുന്നു, ഞാൻ x എന്ന ലെറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ചില ടെക്സ്റ്റ് ബുക്സിൽ y ലെറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഹിയർ ഐ എം യൂസിങ് x to represent displacement. So d square x by dt square plus omega square x equal to 0. This is the standard differential equation of simple harmonic motion. Very important. Omega square ഒരു വാല്യൂ ഉണ്ട്. ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ അത്? ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ. ഒമേഗ സ്ക്വയർ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ, പ്രോബ്ലത്തിൽ അതൊക്കെ വേണം. ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ വരുന്നത് k by m. Yeah, very good. So k by m, omega square is equal to k by m, or omega equal to root k by m, where k is the force constant, m is the mass of the body executing simple harmonic motion. K is the force constant and m is the mass. Then, very important equation, velocity. Velocity equal to omega root a square minus x square. Let me ask you, what is a? A square എഴുതിയിരിക്കുന്നതിലെ a എന്താണ്? A is velocity കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണിത്. v is equal to omega root a square minus x square. First of all, you may please write this equation. Yeah, a is the amplitude. വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷനിൽ a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. Then the equation to calculate acceleration. ഇവിടെയാണ് ഫിസിക്സിൽ ഒരു പ്രശ്നം വരുന്നത്. അതായത് ആക്സിലറേറ്ററിനെ ഡിനോട്ട് ചെയ്യുന്നതിനും ആംപ്ലിറ്റ്യൂഡിനെ ഡിനോട്ട് ചെയ്യാനും നമ്മൾ മെയിൻലി a എന്ന ലെറ്റർ തന്നെയാണ് യൂസ് ചെയ്യുക അല്ലെ? സോ ഇവിടെ എഴുതിയിരിക്കുന്ന സെക്കൻഡ് ഇക്വേഷൻ വേണമെങ്കിൽ ഞാനൊരു a ഡാഷ് എന്ന് മറ്റോ എഴുതാം. ഓക്കെ, മനസ്സിലാക്കുക, അത് ആക്സിലറേഷൻ ആണ്. ഓക്കെ, വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആൻഡ് ഹിയർ ദിസ് വൺ ഇസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ഈ എക്ക് ആക്സിലറേഷന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. സോ എ ഇസ് ആംപ്ലിറ്റ്യൂഡ്. വെലോസിറ്റിയുടെ എക്സ്പ്രഷനിൽ വരുന്ന റൂട്ട് ഓഫ് എ സ്ക്വയർ, ആ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഇക്വേഷൻ. അതായത് നമ്മുടെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ തന്നെ നോക്കുക. ഈ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നോക്കിയിട്ട് പറയാം, എപ്പോഴായിരിക്കും സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള പാർട്ടിക്കിളിന് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക? മാക്സിമം വെലോസിറ്റി എപ്പോഴായിരിക്കും വെലോസിറ്റി മാക്സിമം ആവുന്നത്? എക്സിന്റെ വാല്യൂ 0 വരുമ്പോൾ. അത് എല്ലാവർക്കും മനസ്സിലാവണം. നിങ്ങൾ ഈ ഫിഗർ നോക്കി നോക്കൂ, സോറി ഈ ഇക്വേഷൻ നോക്കൂ. എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? മീൻ പൊസിഷനിൽ നിന്നുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ്. ഈ എക്സിന്റെ വാല്യൂ 0 ആവുക. എക്സിന്റെ വാല്യൂ 0 ആവുക മീൻസ് ആ മീൻ പൊസിഷൻ തന്നെ, അതായത് ആ ഇക്വിലിബ്രിയം പൊസിഷൻ, അറ്റ് ദാറ്റ് ടൈമിലാണ് വെലോസിറ്റി മാക്സിമം വരുന്നത്. ആൻഡ് ദ വാല്യൂ ഓഫ് ദിസ് മാക്സിമം വെലോസിറ്റി വിൽ ബി, അതായത് എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെലോസിറ്റിയുടെ വാല്യൂ ആണ് ഒമേഗ എ. വെലോസിറ്റി വിൽ ബി മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 ഓർ ദ മീൻ പൊസിഷൻ. കറസ്പോണ്ടിങ് ആയ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ എ. Then the velocity will be minimum. Velocity will be minimum at x equal to a. Very good. അതായത് എക്സ്ട്രീം പൊസിഷൻ, ആ ഒരു ടേം നമുക്ക് ഫെമിലിയർ ആണോ? എക്സ്ട്രീം പൊസിഷൻ, മീൻ പൊസിഷൻ ആൻഡ് എക്സ്ട്രീം പൊസിഷൻ. എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നതാണ് ഈ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്.
ഓക്കെ, ആ എക്സ് വെലോസിറ്റിയുടെ എക്സ്പ്രഷനിൽ എക്സിന്റെ പ്ലേസിൽ എ എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നമുക്ക് എന്താ വരിക? ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് ആക്ച്വലി, പക്ഷെ എക്സിന് എ എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അതായത് വെലോസിറ്റി 0 എന്ന് കിട്ടും. വെലോസിറ്റി വിൽ ബി മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു എ, ദാറ്റ് ഇസ് 0. ഓക്കെ, then what about acceleration? ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും? ആക്സിലറേഷന്റെ എക്സ്പ്രഷൻ വെച്ച് ആലോചിച്ച് നോക്കൂ. ആക്സിലറേഷൻ equal to minus omega square x. So acceleration will be maximum at, I need your answer. Acceleration will be maximum at x equal to minus a, or at the extreme position, extreme point. Okay. നിങ്ങൾക്ക് എല്ലാവർക്കും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു 4 or 5 സ്റ്റുഡൻസ് മാത്രമാണ് ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് വരുന്നുള്ളൂ. Okay, so acceleration will be maximum at x equal to a, and acceleration will be minimum at x equal to 0. Okay, അതായത് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. വെലോസിറ്റി മാക്സിമം വരുന്നത് x equal to 0-ലാണ്, പക്ഷെ ആക്സിലറേഷൻ മാക്സിമം വരുന്നത് x equal to a-ലാണ്. Then എനർജി. Okay, എനർജീസ് നോക്കാം. കൈനറ്റിക് എനർജി. നോർമലി നമ്മൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നതിന് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ ഏതാണ്? കൈനറ്റിക് എനർജിയുടെ ഇറ്റ് ഈസ് വളരെ സിമ്പിൾ എക്സ്പ്രഷൻ ആണ്. കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മളിപ്പോഴും പറയുന്നത് അല്ലെ, ഹാഫ് എം വി സ്ക്വയർ. നൗ വി ഓൾ നോ ദ എക്സ്പ്രഷൻ ഫോർ വി. വി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ നമുക്ക് അറിയാം. ഇപ്പൊ വിയുടെ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓക്കെ, വി എന്ന് പറയുന്നത് എന്താ? ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ വി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു, നിങ്ങൾ നോട്ടിൽ എഴുതുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ, സോ വി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. ഹാഫ് എം എഴുതി, വി സ്ക്വയറിന്റെ എക്സ്പ്രഷനിൽ ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നൗ ഇത്ര ടൈം നമ്മളെടുത്ത ഈ പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് എം ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റൂ? ജസ്റ്റ് നമ്മളിപ്പോൾ എഴുതിയ വാല്യൂസ് നോക്കിയാൽ മതി. ആ, എം ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ എത്രയായിരിക്കും? വെരി ഗുഡ്, ഇറ്റ്സ് കെ. ബിക്കോസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം. അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ കെ വിൽ ബി ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ. ഓക്കെ, വെരി ഗുഡ്. ദെൻ കൈനറ്റിക് എനർജി വിൽ ബി മാക്സിമം. പോയിന്റ് ഏതായിരിക്കും? സിമ്പിൾ ആണല്ലേ, നമ്മുടെ വെലോസിറ്റി ഓൾറെഡി ചെയ്തതാണ്, ആ വാല്യൂ തന്നെ എടുത്ത് എഴുതിയാൽ മതി. കൈനറ്റിക് എനർജി വിൽ ബി മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0. കൈനറ്റിക് എനർജി വിൽ ബി മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 0. എത്രയാണ് വരിക? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ അല്ലെ. എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ, അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഹാഫ് കെ എ സ്ക്വയർ, അങ്ങനെയും പറയാം, കാരണം എം ഒമേഗ സ്ക്വയർ ഇസ് കെ. കൈനറ്റിക് എനർജിയുടെ കേസ് എഴുതി. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ വരുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ. നിങ്ങൾ ഇക്വേഷൻസ് എന്തായാലും എഴുതി വെക്കൂ കേട്ടോ. Potential energy is half k x square, and the potential energy will be maximum at x equal to a. നേരത്തെ നമ്മൾ വെലോസിറ്റി എക്സ്പ്രഷൻ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലെ. കൈനറ്റിക് എനർജിയുടെ വാല്യൂം പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂം വരുന്നത് റിവേഴ്സ് ആയിട്ടാണ്. മാക്സിമം പോയിന്റ്സ് നേരെ ഓപ്പോസിറ്റ് ആണ്. The potential energy will be maximum at x equal to a, and the value is half k a square, half k a square. ഓക്കെ, സോ നമുക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനും കിട്ടി, പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷനും നമുക്ക് കിട്ടി അല്ലെ. മറക്കരുത്, ദിസ് എം ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കെ ആണ്. എം ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കെ ആണ്. നൗ എവരിവൺ പ്ലീസ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഫോർ ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ എനർജി വിൽ ബി കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി.
എന്താണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയൂ? ആഫ്റ്റർ ആഡിങ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, കെ എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, രണ്ട് ആൻസേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട് ചാറ്റ് ബോക്സിൽ. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്താൽ ഹാഫ് കെ എ സ്ക്വയർ എന്നായിരിക്കും കിട്ടുക. ഹാഫ് കെ എ സ്ക്വയർ. ഓക്കെ, ഇനി അതെങ്ങനെയാണ് കിട്ടിയെന്ന് ഡൗട്ട് ഉള്ളവർക്ക് നോക്കാം. കൈനറ്റിക് എനർജിയുടെ വാല്യൂ എത്രയാണ്? അത് ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലെ. ഇതിലെ ആ ഹാഫ് കെ അല്ലെ ബ്രാക്കറ്റിനുള്ളിലേക്ക് ഹാഫ് കെനെ കൊടുത്താൽ നമുക്ക് ഹാഫ് കെ എ സ്ക്വയർ മൈനസ് അതുപോലെ തന്നെ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് വരും. പിന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഹാഫ് കെ എക്സ് സ്ക്വയറും, അങ്ങനെ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയറും മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയറും ക്യാൻസൽ ആയി പോവും. അങ്ങനെയാണ് നമുക്ക് ഹാഫ് കെ എ സ്ക്വയർ എന്ന് കിട്ടുന്നത്. ഹാഫ് കെ എ സ്ക്വയർ. ഹാഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കെ ഇസ് ദ ഫോഴ്സ് കോൺസ്റ്റന്റ്. എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇനി ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. ദ വാല്യൂ ഫോർ ടോട്ടൽ എനർജി ഈസ് ഹാഫ് കെ എ സ്ക്വയർ. അപ്പൊ നമ്മൾ എനർജീസ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് കൈനറ്റിക് എനർജി ബിക്കംസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി? അറ്റ് വാട്ട് ഡിസ്റ്റൻസ് കൈനറ്റിക് എനർജി ബിക്കംസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി? എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ. സോ ജസ്റ്റ് ഒന്ന് കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഒന്ന് ചെയ്തു നോക്കൂ. എത്രയാണ് എന്നിട്ട് നിങ്ങൾക്ക് എക്സിന് വാല്യൂ വരുന്നതെന്ന് നോക്കാം. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആവുന്ന ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ചാറ്റ് ബോക്സ് നോക്കിയാൽ 3 ഡിഫറെന്റ് ആൻസേഴ്സ് കാണും. ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്ത് നോക്കൂ. കറക്റ്റ് ആൻസർ ചാറ്റ് ബോക്സിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ചെയ്യാൻ അറിയാം എങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു RHS LHS ആണ് മാറ്റുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് ആണ്. നോക്കാം. The expression for kinetic energy is half k a square minus x square. Now the expression for potential energy is half k x square. അല്ലെ, half k x square. Then ഈ ഹാഫ് കെനെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊടുത്താൽ ആൻസർ വിൽ ബി ഹാഫ് കെ എ സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലെ. ഹാഫ് കെ എന്നുള്ള വാല്യൂനെ ബ്രാക്കറ്റിനുള്ളിലേക്ക് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഹാഫ് കെ എ സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജിയുടെ സൈഡിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ആഫ്റ്റർ ദിസ് ദ നെഗറ്റീവ് ഹാഫ് കെ എക്സ് സ്ക്വയർ ടേം, ഈ ഒരു ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നുള്ള ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി, ഞാൻ റിപ്പീറ്റ് ചെയ്തോളാം. മൈനസ് കെ എക്സ് സ്ക്വയറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്തു. സോ അതെന്തായി? പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയറിനായി. ഓക്കെ, സോ ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ അത് എത്രയാണ്? ഹാഫ് പ്ലസ് ഹാഫ് യൂണിറ്റി ആയി അല്ലേ. സോ ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? ഇറ്റ് ഈസ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, കെ എക്സ് സ്ക്വയർ. Then just k, this k on both sides, so we can cancel that.
സോ a² / 2 = x², അഥവാ x = a/√2. ഓക്കെ, a/√2 എന്നാണ് കിട്ടുക. കുറച്ചധികം പേർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ആൻസർ. പക്ഷെ സ്റ്റാർട്ടിങ് ചെറിയ മിസ്റ്റേക്കുകൾ വന്നിരുന്നു. സോ അറ്റ് വാട്ട് ഡിസ്റ്റൻസ് കൈനറ്റിക് എനർജി ബിക്കംസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി? എപ്പോഴാണ് x = a/√2? ഓക്കെ, ദാറ്റ് ഈസ് 1/√2 ടൈംസ് ദി ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഈ വാല്യൂ എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് എൻട്രൻസിന് ഇത്ര സമയമൊന്നും കിട്ടില്ല. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ വാല്യൂ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെക്കുക കേട്ടോ. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്ന പോയിന്റ് അത് a/√2 ആണ്. ഇപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഡിറൈവ് ചെയ്ത് പഠിച്ചാലും ഈ വാല്യൂ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ ടൈമിൽ ഇത് ഡിറൈവ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കരുത്. ഓക്കെ, നെക്സ്റ്റ്, ഫോർ എ ലോഡഡ് സ്പ്രിംഗ് അറിയാലോ. ഈ ലോഡഡ് സ്പ്രിംഗിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് k ആണെന്ന് കരുതുക. ഓക്കെ, ഇതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വരുന്നത് k ആണെന്ന് കരുതുക. അതുപോലെ ഞാനിവിടെ ലോഡ് ചെയ്തിരിക്കുന്ന മാസ് അത് m. ഓക്കെ, ലോഡ് ചെയ്തിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് m ആണ്. അങ്ങനെയെങ്കിൽ ദ ടൈം പീരിയഡ് വിൽ ബി ഈക്വൽ ടു 2π√m/k. എഴുതാട്ടോ, ഇക്വേഷൻ എഴുതിയെടുക്കുക. ടൈം പീരിയഡ് ഫോർ എ ലോഡഡ് സ്പ്രിംഗ് loaded at only one end, 2π√m/k. Case of force constant or spring constant, ഇത് ടേം ആണ് യൂസ് ചെയ്യാം. സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നും നമ്മൾ പറയാറുണ്ട്. ഇനി ഇതേ കേസ് തന്നെ ഇതിപ്പോ നമ്മൾ ഈ ഒരു സ്പ്രിങ്ങിന്റെ ഒരു സൈഡിൽ അല്ലെ, ഒരു എൻഡിൽ മാത്രമാണ് ലോഡ് ചെയ്തിട്ടുള്ളൂ. അതേസമയം സ്പ്രിങ്ങിന്റെ രണ്ട് എൻഡുകളും ലോഡ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ, സ്പ്രിങ്ങിന്റെ രണ്ട് എൻഡിലും നമ്മൾ മാസ് വെച്ചിട്ടുണ്ട് എങ്കിൽ, the expression to calculate time period is 2π√m/2k. Equations important ആണ് കേട്ടോ. സ്പ്രിങ്ങിന്റെ രണ്ട് എൻഡുകളും ലോഡഡ് ആണെങ്കിൽ the expression to calculate time period is 2π√m/2k. m/2k. Okay. ഇനി if we have two springs, നമ്മുടെ കയ്യിൽ രണ്ട് സ്പ്രിങ്ങുകളുണ്ട്. ആൻഡ് ഇഫ് ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഓക്കെ, ടു സ്പ്രിങ്സ് ആർ ദർ. ഒരു കേസിൽ സ്പ്രിങ്ങുകളെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്, മറ്റേ കേസിൽ സ്പ്രിങ്ങുകളെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് കേസസ് കണ്ടുവല്ലോ അല്ലെ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. അതായത് എ എന്ന ഒരു കേസ് നോക്കാം. ഇവിടുത്തെ ഞാൻ ചെറിയൊരു കറക്ഷൻ ചെയ്യാണ്. ഫസ്റ്റ് സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് k1 എന്നും രണ്ടാമത്തെ സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റിന് ഞാൻ k2 എന്നും എടുക്കുകയാണ്. ഓക്കെ, k1 ആൻഡ് k2 ക്ലിയർ ആണല്ലോ. പാരലലിന്റെ കേസിലും അങ്ങനെ തന്നെ. ഫസ്റ്റ് സ്പ്രിങ്ങിന്റെ k1 ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നും സെക്കൻഡ് സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റിന് k2 എന്നും എടുക്കുകയാണ് കേട്ടോ. അറ്റ് ദിസ് ടൈം ആദ്യം സീരീസ് കണക്ഷൻ നോക്കാം. സീരീസ് ആയിട്ടാണ് സ്പ്രിങ്ങുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ദ എക്സ്പ്രഷൻ ടു കാൽക്കുലേറ്റ് ടൈം പീരീഡ് ഇസ് 2π√m/k. പക്ഷേ സെയിം എക്സ്പ്രഷൻ പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഈ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ കണ്ടുപിടിക്കണം. കാരണം കെയുടെ വാല്യൂ നമുക്ക് അറിയില്ല. വി ഓൺലി ഹാവ് k1 ആൻഡ് k2. k എന്താണെന്ന് അറിയില്ല നമുക്ക്. k1 k2 അങ്ങനെ രണ്ട് വാല്യൂസ് ആണ് ഉള്ളത്. സോ k ഇസ് ഗിവൺ ആസ് k1 k2/k1 + k2. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പ്രിങ്ങുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ the expression to calculate time period is 2π√m/k, where the spring constant k is given as k1 k2/k1 + k2. ഇനി ഇതേപോലെ തന്നെ സ്പ്രിങ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് the time period is 2π√m/k. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ ഇവിടുത്തെ കെയുടെ വാല്യൂ എന്തായിരിക്കും? k1 k2 അറിയാമെങ്കിൽ k കണ്ടുപിടിക്കുക. It will be k will be equal to yes. Okay. So sound. എന്താണ് മിസ്സേ? ഇല്ല, പെട്ടെന്നൊരു സൗണ്ട് ബ്രേക്ക് ചെയ്യണ പോലെ തോന്നി. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ 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 സ്റ്റുഡൻസ്, സോ ഹിയർ കെയുടെ വാല്യൂ എന്തായിരിക്കും? k will be equal to
K1 plus K2. നിങ്ങൾക്കിത് അറിയാമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബിക്കോസ് നിങ്ങൾ റെസിസ്റ്റേഴ്സ് പാരലൽ സീരീസ് കണക്ട് ചെയ്യുമ്പോൾ എക്സ്പ്രഷനും കപ്പാസിറ്റേഴ്സിനെ നമ്മൾ പാരലൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എക്സ്പ്രഷനും ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇത് മാറിപ്പോവരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സീരീസ് ആവുന്ന സമയത്ത് K1 K2 by K1 plus K2. അതേസമയം പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ K is K1 plus K2. ഓക്കെ, എക്സ്പ്രഷൻസ് പരസ്പരം മാറിപ്പോവാതിരുന്നാൽ മതി. നമുക്ക് എല്ലാവർക്കും ഈ എക്സ്പ്രഷൻസ് ഓർമ്മയിലുണ്ടാവും, പക്ഷെ അത് സീരീസിലാണോ പാരലലിലാണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ഇതാണ് ലോഡഡ് സ്പ്രിങ്ങിന്റെ കേസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത്, ഓക്കെ, ഞാൻ എല്ലാ ടൈപ്പിലുള്ള സ്പ്രിങ്ങും ഇപ്പോൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സിംഗിൾ ലോഡ് ആണെങ്കിൽ 2 എൻഡുകൾ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സീരീസ് പാരലൽ കണക്ഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ഊഹിച്ച് എഴുതാവുന്നതേ ഉള്ളൂ അല്ലെ? ഇപ്പൊ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു K3 എന്ന് പറഞ്ഞ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഉള്ള ഒരു തേർഡ് സ്പ്രിങ്ങും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്യാം. ഈ ഒരു 2 എക്സ്പ്രഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. Now, simple pendulum. The time period to calculate, the expression to calculate time period is 2 pi root L by G. ഞാൻ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തതാണ് +2. സോ ഈ എക്സ്പ്രഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. L എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത്, ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. G is acceleration due to gravity. ഈ എക്സ്പ്രഷനിൽ നിന്ന് ഒരു കാര്യം ക്ലിയർ ആണ്, സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് G, അതായത് സ്മോൾ ലെറ്റർ G എന്താണ്, ആക്സിലറേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന ടൈം പീരീഡ് ആയിരിക്കില്ല ഒരു പോളിൽ ചെന്നിട്ട്, നോർത്ത് പോളിലോ സൗത്ത് പോളിലോ ഒക്കെ ചെന്ന് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കിട്ടും. കാരണം ജിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? സെയിം ഇൻസ്ട്രുമെന്റ് തന്നെ, സെയിം അപ്പാരറ്റസ് തന്നെ വ്യത്യസ്ത റീജിയനിൽ വെച്ച് നമ്മൾ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ടൈം പീരീഡ് വിൽ ബി ഡിഫറെന്റ്. ബിക്കോസ് ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ, ഇൻവേഴ്സ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതുമായിട്ട് കണക്ട് ചെയ്തു ഒരു കാര്യം കൂടെ പറയാം. ഈ ജീനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ക്ലിയർ ആണ്. ജസ്റ്റ് ലിസൺ. സിമ്പിൾ പെൻഡുലത്തിനെ ഞാനൊരു ലിഫ്റ്റിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് കരുതുക. ഓക്കെ, നമ്മൾ നോർമലി ഡെസ്കിലൊക്കെ വെച്ച് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഒരു ലിഫ്റ്റിനകത്ത് കയറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കരുതുക. ആൻഡ് ഇഫ് ദ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ്, then the acceleration due to gravity will be equal to G plus A, where A is the acceleration, okay, acceleration of that lift. അതേസമയം ലിഫ്റ്റ് ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ G will be G minus A. നിങ്ങൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂല് മാറ്റം വരും. മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, G എന്ന് പറയുന്നത് G plus A എന്നും ഡൗൺവേർഡ് ആണെങ്കിൽ G എന്ന് പറയുന്നത് G minus A. അങ്ങനെ ഒരു ചേഞ്ച് അവിടെ സംഭവിക്കും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നേരെ കിടക്കാം. ഒരുവിധം എല്ലാ എക്സ്പ്രഷൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്രയും വേഗം ചെയ്യുക, സിമ്പിൾ ആണ്. The differential equation of a simple harmonic motion is given by d square y by dx dt square plus 100y equal to 0. The frequency of motion is, frequency കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈസി ആണ്. ABCD ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഈസി. ഫസ്റ്റ് തന്നെ നിങ്ങൾ എഴുതേണ്ടത്, തന്നിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുക. വാട്ട്സ് ദ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഇറ്റ് is d square y by dt square plus omega square y equal to 0. പക്ഷേ ഓപ്ഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസി അല്ല, ഫ്രീക്വൻസി എന്നാണ് പറയുന്നത് കേട്ടോ. അത് എഫിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഒമേഗ വാല്യൂ അല്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ് d square y by dt square plus 100y equal to 0. Standard equation is d square y by dt square plus omega square y equal to 0. So by comparing these two equations, omega square എന്നതിന് പകരം we can write 100 or omega square equal to 100.
എന്താണെന്ന് അറിയില്ല, ചാറ്റ് ബോക്സിലെ ആൻസേഴ്സ് കറക്റ്റ് വന്നിട്ടില്ല ഇപ്പോഴും. പറഞ്ഞു മനസ്സിലായില്ലേ? നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് d²y/dt² പ്ലസ് 100y = 0 എന്നാണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, സിമ്പിൾ ഹാർമോണിക് ഇക്വേഷൻ മോഷന്റെ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²y/dt² പ്ലസ് ω²y = 0 അല്ലെ. ഇപ്പൊ ജസ്റ്റ് നോക്കൂ, ഫസ്റ്റ് ടേംസ് എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ y എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. സോ നമുക്ക് ഈസി ആയിട്ട് ω² = 100 എന്ന് പറഞ്ഞൂടെ? ω²ന്റെ വാല്യൂ 100 ആണെങ്കിൽ ഒമേഗ എത്രയായിരിക്കും? ഒമേഗ വിൽ ബി 10. ഒമേഗയുടെ വാല്യൂ 10. ഇനി ഒമേഗ, വാട്ട് ഈസ് ഒമേഗ? അത് 2πf ആണ്. മറന്നുപോയോ നിങ്ങൾ? ഒമേഗ ഈസ് 2πf. എനിക്ക് തോന്നുന്നു ഈ ഇക്വേഷൻ നിങ്ങൾ മറന്നിരിക്കുന്നു, അതാണ്. ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. സോ ജസ്റ്റ് ബൈ റീഅറേഞ്ചിങ് ദിസ് വൺ, f will be equal to 10/2π. ഇതായിരിക്കും ആൻസർ. f is equal to 10/2π. 5/π എഴുതിയിട്ടുണ്ട്, കറക്റ്റ് തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻസിൽ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻസർ സി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അത് എഫ് കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് നേരെ ഓപ്ഷന്റെ നമ്പർ പറയാം. ആക്സിലറേഷൻ is maximum at ഓപ്ഷൻ പറഞ്ഞാൽ മതി, ഓപ്ഷൻ നമ്പർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ആക്സിലറേഷൻ വിൽ ബി മാക്സിമം, കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഓപ്ഷൻ എ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ടോപ്പിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. A particle is executing simple harmonic motion. The total energy of the particle is maximum at. It's a cunning one. Just ഒന്ന് നോക്കി നോക്കൂ. പെട്ടെന്ന് ആൻസർ പറയണ്ട, ജസ്റ്റ് ആ ഓപ്ഷൻ ഒക്കെ കൃത്യമായിട്ട് വായിച്ചിട്ട് ആൻസർ പറയാം. Total energy of the particle is maximum at. ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അത് ചെയ്ത് നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു. എൻ്റെ ആൻസർ നിങ്ങൾക്ക് ½ എന്നാണ് കിട്ടിയത്. ½ ആൻസേഴ്സ് ഓപ്ഷൻ ബി വരുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും ബി എന്ന ഓപ്ഷൻ ആണ്. ബി എന്ന ഓപ്ഷൻ അല്ലാതെ മറ്റേതെങ്കിലും ഓപ്ഷൻ പറയാനുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ബി തന്നെയാണോ പറയുന്നത്? ഡിയർ പാർട്ടിസിപ്പൻസ്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സെയിം അറ്റ് ഓൾ പൊസിഷൻ. ടോട്ടൽ എനർജി ഇസ് എ കോൺസ്റ്റന്റ്. നിങ്ങൾ ആ എക്സ്പ്രഷൻ നോക്കിയാൽ മതി. ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ വരുന്നത് ½ എന്നാണ്. മീൻ പൊസിഷനിലെ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ½ എന്നാണ്. ആംപ്ലിറ്റ്യൂഡ് എ ആണ് അവിടെ വരിക. ഇത് ഏത് പോയിന്റ് ആണെങ്കിലും ടോട്ടൽ എനർജി ഇസ് എ കോൺസ്റ്റന്റ്. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഞാൻ അതാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. ഒരു കണ്ണിങ് ക്വസ്റ്റ്യൻ ആണിത്. ബിയിലേക്കാണ് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധ പോവുക. ഐ നോ ദാറ്റ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ടോട്ടൽ എനർജി ഇസ് സെയിം അറ്റ് ഓൾ പൊസിഷൻ. ഓക്കെ, ബിക്കോസ് ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ½ ആണ്. ഹാഫ് ഇസ് എ കോൺസ്റ്റന്റ്, കെ ഇസ് എ കോൺസ്റ്റന്റ്, എ മീൻസ് ആംപ്ലിറ്റ്യൂഡ്, അത് കോൺസ്റ്റന്റ് ആണ്. ആ പാർട്ടിക്കിള് എവിടെ മൂവ് ചെയ്താലും ആ മോഷനിലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എക്സ് എന്ന വേരിയബിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ വരുന്നുള്ളൂ. മീൻ പൊസിഷൻ, എക്സ്ട്രീം പൊസിഷൻ എന്നൊക്കെ വരുള്ളൂ. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Question.
എവിടെയും നിങ്ങൾ ചെറുതായിട്ട് തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. ദ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ ഇസ് ഷോൺ ബിലോ. ദ ഫോഴ്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഗ്രാഫ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ പറഞ്ഞുതരാം. കാരണം നിങ്ങൾ എന്തായാലും ചിന്തിക്കുന്നതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വരും. ദാറ്റ് ഈസ്, ഈ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 അല്ല. ശരിയല്ലേ? ആ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പാരാബോളിക് ഷേപ്പ് നോക്കി നോക്കൂ. അത് 0, ഐ മീൻ ഒറിജിനെ ടച്ച് ചെയ്യുന്നില്ല. 0.01 നിന്നാണ് തുടങ്ങുന്നത്. പറഞ്ഞ കറക്റ്റ് അല്ലേ? 0.01 എന്ന പോയിന്റിൽ നിന്നാണ് ഈ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹിയർ ദ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, ഇതാണ് നിങ്ങൾ തെറ്റിക്കുക. ദ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി will be equal to 0.03. Okay, the maximum potential energy is 0.03. എന്തുകൊണ്ടാണ്? ജസ്റ്റ് ആ 0.04 മൈനസ് 0.01. The maximum potential energy is given by 0.04 minus 0.01. ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണെന്ന് വിചാരിക്കൂ. അതായത് ഒറിജിനിൽ നിന്നാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈസി ആയിരുന്നു, നമുക്ക് സ്ട്രെയിറ്റ് ആയി മാക്സിമം പൊട്ടൻഷ്യൽ എനർജി 0.04 എന്ന് പറയാം. പക്ഷെ ഇവിടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0.01 നിന്നാണ്. സോ ദ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന 0.03 ആണ്. ഓക്കെ, കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം, അതാണല്ലോ ക്വസ്റ്റ്യൻ. ചെയ്തു നോക്കാം. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി കാണുന്നതിനുള്ള എക്സ്പ്രഷൻ എഴുതി, ഹാഫ് കെ എ സ്ക്വയർ അല്ലെ, ഹാഫ് കെ എ സ്ക്വയർ. എയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? എ, ഇറ്റ് ഈസ് ഗിവൺ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ, ആ ഫിഗറിൽ തന്നിട്ടുണ്ട് എയുടെ വാല്യൂ. ആംപ്ലിറ്റ്യൂഡ്, നിങ്ങൾ മേ ബി വരച്ചെടുത്തിട്ടുണ്ടാവില്ല അല്ലെ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം ആംപ്ലിറ്റ്യൂഡ് ഇസ് 20 millimeter. 20 millimeter കണ്ടോ നിങ്ങൾ? ആംപ്ലിറ്റ്യൂഡ് ആ മാക്സിമം വരുന്ന പോയിന്റ് നോക്കിയാൽ മതി. ആ പോയിന്റ് തന്നിരിക്കുന്നു 20 millimeter. ഓക്കെ, സോ എ എന്ന പ്ലേസിൽ, അതായത് ആംപ്ലിറ്റ്യൂഡിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? 20/1000. മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 1000. കറക്റ്റ് അല്ലേ? ഇത്രയും വേഗം ജസ്റ്റ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കെയുടെ വാല്യൂ പറയൂ. വാട്ട്സ് ദ വാല്യൂ ഓഫ് കെ? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ സ്പീഡിൽ ഇതിന്റെ ആൻസർ പറയാട്ടോ. എല്ലാവരും മാനുവലി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. സിമ്പിൾ ആണ്, ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. Yes, yes, your answer is correct. Yeah, നിങ്ങളുടെ ആൻസർ വരിക 150 എന്നായിരിക്കും, അഥവാ 1.5 into 10⁻². കാരണം നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്, അതുകൊണ്ടാണ്. എനിവേ, ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ അല്ലേ? സംശയമുള്ളവർക്ക് റേസ് എ ഹാൻഡ് ഓപ്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയാം. ഡൗട്ട് എന്ന് പറഞ്ഞാൽ മതി, ഐ വിൽ റിപ്പീറ്റ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ആ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്നതിന്റെ സ്ഥലത്ത് നിങ്ങൾ ഗ്രാഫിൽ നിന്ന് നേരിട്ട് 0.04 എന്നാണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ്ലി തെറ്റിപ്പോവും. ഓക്കെ, സംഭവം ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് അല്ലെ? പക്ഷെ ആ ഗ്രാഫിനെ കൃത്യമായി അനലൈസ് ചെയ്തില്ലെങ്കിൽ
നിങ്ങൾ മറ്റൊരു ഓപ്ഷനിലേക്ക് എത്തും, നെഗറ്റീവ് മാർക്കും വരും എൻട്രൻസിൽ. ഓക്കെ, ഫിസിക്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. അത്ര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല, പക്ഷെ ചെറിയ ചെറിയ ട്വിസ്റ്റ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലീസ് റീഡ് ദ വൺ. A particle executes simple harmonic motion of amplitude 25 centimeter and time period is 3 seconds. What is the minimum time required for the particle to move between 12.5 centimeter on either side of the main position? തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് എടുത്തെഴുതുക. ആംപ്ലിറ്റ്യൂഡ് ഇസ് ഗിവൺ 25, ടൈം പീരീഡ് 3 seconds, and what ഡിസ്റ്റൻസ് അല്ലെ തന്നിരിക്കുന്നത് 12.5 ഓൺ ഏതർ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഓൺ ഏതർ സൈഡ് 12.5. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. ഓപ്ഷൻസ് ആർ ഗിവൺ. ഓക്കെ, ഓപ്ഷൻസ് നിങ്ങൾ കണ്ടുവല്ലോ അല്ലേ? സിമ്പിൾ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ആംപ്ലിറ്റ്യൂഡ് 25 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് അല്ലെ, ഈ ഒരു ഡിസ്റ്റൻസ് മാക്സിമം വരുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 25 സെന്റിമീറ്റർ. ഓക്കെ, 25 സെന്റിമീറ്റർ. ദെൻ ടിയുടെ വാല്യൂ 3 seconds എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ടിയുടെ വാല്യൂ 3 seconds എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് എന്താ? y ഈക്വൽ ടു 12.5 സെന്റിമീറ്റർ ഓൺ ഏതർ സൈഡ് എന്നത് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ആദ്യം നമുക്ക് ഒരു സൈഡിലേക്ക്, അതായത് ഇത്ര വരെ 12.5 സെന്റിമീറ്റർ ഒരു സൈഡിലേക്ക് നീങ്ങാൻ വേണ്ട ആ ഒരു ടൈം നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ടൈം പീരീഡ് തന്നിട്ടുണ്ട്, പിന്നെ ഡിസ്റ്റൻസ് y തന്നിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓൺ ഏതർ സൈഡ് ഓഫ് ദ മെയിൻ പൊസിഷൻ. നമുക്ക് അതിനു മുമ്പ് ഒരു സൈഡിലേക്കുള്ള ടൈം കണ്ടുപിടിച്ചിട്ട് അതിന്റെ ട്വൈസ് എടുത്താൽ പോരെ. അപ്പൊ നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള ടോട്ടൽ ടൈം ആവും. ഓക്കെ, സോ ഇതിന് നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം നമുക്ക് തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ആണ്. ചോദ്യം ടൈം കണ്ടുപിടിക്കാനാണ്, ടൈം പീരീഡ് ഒന്നുമല്ല, ടൈം കണ്ടുപിടിക്കാൻ. സോ ഡിസ്പ്ലേസ്മെന്റിനെയും ടൈമിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ആ എക്സ്പ്രഷൻ പറഞ്ഞിരുന്നില്ല. എക്സ്പ്രഷൻ എങ്ങനെയാണ്? y is equal to a sin omega t. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്സ്പ്രഷൻ ആണ് y is equal to a sin omega t. ഓക്കെ, വൈയുടെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം 12.5. a is the amplitude, it is given as 25. then sin omega, എന്താണ് ഒമേഗ? ഒമേഗേനെയും ടൈം പീരീഡിനെയും എങ്ങനെയാന്ന് റിലേറ്റ് ചെയ്യുക? How can we relate omega and time period? Yeah, it is 2π/t. ജസ്റ്റ് ഒന്ന് ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സ്മോൾ ലെറ്റർ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കൂ. ഈസിയാണ്, സീരിയസ്ലി ഈസിയാണ്. സ്മോൾ ലെറ്റർ ടി 1 സെക്കൻഡ് ആണോ വന്നത്? 1 സെക്കൻഡ് അല്ല തോന്നുന്നു. ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ചെയ്തത്? 2π/t ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അല്ലെ? ടി ടൈം പീരീഡിന്റെ സ്ഥാനത്ത് 3 എന്ന് എഴുതി, 3 seconds. ഓക്കെ, ഓക്കെ അല്ലേ? അതിനുശേഷം 1 സെക്കൻഡ് ടോട്ടൽ ആണെന്നല്ലേ? 1 സെക്കൻഡ് ടോട്ടൽ എന്നാലും അല്ല, ചെറിയ മിസ്റ്റേക്ക് പിന്നെയുണ്ട്. ഇപ്പോൾ ആൻസേഴ്സ് കൃത്യം വരുന്നുണ്ട്. ഈ സൈൻ ടേമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അത് സൈൻ ഇൻവേഴ്സ് നാവും അല്ലെ? നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. 12.5 25 കട്ട് ചെയ്യുമ്പോൾ 1/2. then that sign it will be sin inverse 1/2, 2π equal to 2π/3 t. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് സൈനിന് എപ്പോഴാണ് 1/2 അഥവാ ഹാഫ് എന്ന വാല്യൂ കിട്ടുക? അത് 30 ഡിഗ്രിക്കാണ്. 30 ഡിഗ്രി എന്ന് വെച്ചാൽ π/6. ജസ്റ്റ് പൈ ക്യാൻസൽ ചെയ്യുക, ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ടിയുടെ വാല്യൂ കിട്ടും അല്ലെ? ടിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? 1/4 seconds എന്നായിരിക്കും ടി കിട്ടുക.
ടോട്ടൽ അപ്പോൾ ചോദിക്കുമ്പോൾ ഇതിന്റെ ട്വൈസ് എടുക്കണം അല്ലെ, ഈ ഒരു സൈഡിലേക്കും കൂടെയുള്ള ടൈം അതും 1/4. അങ്ങനെ 1/4 plus 1/4 ആൻസർ വിൽ ബി 1/2 seconds or 0.5 seconds. ഓക്കെ, ഈ പ്രോബ്ലം ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. ജസ്റ്റ് ഡൗട്ട് ഒന്നും എഴുതിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ആളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഏതെങ്കിലും സ്റ്റെപ്പ്, ഇതിലെ ഏതെങ്കിലും സ്റ്റെപ്പിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റേസ് എ ഹാൻഡ് ഓപ്ഷൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലേ അപ്പോ? Okay, fine. So, moving to the next question. The length of a simple pendulum is increased by 44%. The percentage increase in its time period is. Question simple pendulum ആണ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ഒരേ ഒരു ഇക്വേഷൻ, ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നതിന് ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എല്ലാവർക്കും അറിയാം. ടൈം പീരീഡ് T equal to 2π√L/g. ഞാൻ ഇപ്പൊ തന്നെ എഴുതിയതാണ്. ടൈം പീരീഡ് T is equal to 2π√L/g. അതിലെ എല്ലിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. 44% ഇൻക്രീസ് ചെയ്തു. ശ്രദ്ധിച്ച് ചെയ്യുക. സോ ദ ന്യൂ ലെങ്ത് L' വിൽ ബി ഈക്വൽ ടു 44/100. L എന്ന് എഴുതരുത് കേട്ടോ. 44ലേക്ക് അങ്ങനെയല്ല, 44% ഇൻക്രീസ് ചെയ്തു എന്നാ പറയുന്നത്. ഒറിജിനൽ ലെങ്ത് പ്ലസ് 44%. സോ എങ്ങനെയാ വരിക? new length or L' will be equal to L plus 44/100 L. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 144 L/100 എന്നായിരിക്കും കിട്ടുക. ശരിയല്ലേ? 144 L/100. 44% ഇൻക്രീസ് ചെയ്തു. സോ 144 എന്നാണ് ആവുക കേട്ടോ. 144/100 L. ഇനി ജസ്റ്റ് ടിയുടെ എക്സ്പ്രഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ടി നോർമൽ കേസിൽ ടി കാണാനുള്ള എക്സ്പ്രഷൻ T equal to 2π√L/g എന്നാണ്. ഇനി 44% ഇൻക്രീസ് ചെയ്തതിന് ശേഷം ഉള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 144 L/100g. യാ, കറക്റ്റ് ആൻസർ വരുന്നുണ്ട് ചാറ്റ് ബോക്സിൽ. സോ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഒന്ന് എടുത്ത് എഴുതിയാൽ ആൻസർ കിട്ടുന്ന ഒരു ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. എന്തായാലും ബാക്കിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയാം. 144/100 എന്ന ടേമിനെ ജസ്റ്റ് റൂട്ടിനെ പുറത്തേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 144ന്റെ റൂട്ടാണ് 12, 100ന്റെ റൂട്ട് വാല്യൂ വരുന്നത് 10 ആണ്. സോ ഇറ്റ് വിൽ ബി 12/10. ആ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് 12/10 എഴുതാം. അതിൽ തന്നെ ഈ 2π√L/g ഇതെന്താണ്? ദിസ് വൺ ഇസ് T അല്ലെ? സോ T' ഈക്വൽ ടു T ഇൻറ്റു 12/100. അഥവാ 12T/100. 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 ഇത് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്നാണ് ചോദ്യം അല്ലെ? എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു? ആ ഒരു ഐഡിയക്ക് വേണ്ടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ എഴുതി, കുഴപ്പമില്ലല്ലോ. അതായത് ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതുകയാണ്. ഇങ്ങനെ എഴുതുമ്പോഴാണല്ലോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. ആ ഒറിജിനൽ വാല്യൂ പ്ലസ് എത്രത്തോളം ഇൻക്രീസ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 12T/10 എന്നതിനെ T plus 2T/100 എഴുതി. ശരിയല്ലേ? സോ 2T/100 അഥവാ ഐ എം സോ സോറി 2T/10. അതിനെ 100ന്റെ ടേംസിൽ എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി 20/100. 20/100. സോ ഇറ്റ് ഇസ് 20%. ഓക്കെ, പെർസെൻറ്റേജ് ലെവൽ പറയുമ്പോൾ 20% ആണ് ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, if you have any doubt, use the chat box, please. 20% ഇൻക്രീസ് ചെയ്തു. സോ ഓപ്ഷൻ ബി ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. 20%. Okay, next question.
ഈസി തന്നെയാണ്, എങ്കിലും ആ ഒരു ഐഡിയ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. u of x is equal to a by x raised to 12 minus b by x raised to 6. If u of x is minimum, x is equal to, അതാണ് ചോദ്യം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് വായിക്കാം. അതായത് the potential energy function for the force between two atoms in a diatomic molecule is expressed as u of x equal to a by x raised to 12 minus b by x raised to 6. മെയിൻ ആയിട്ട് വരുന്നത് യു ഓഫ് എക്സിന്റെ എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഇസ് ഗിവൺ. ദ ക്വസ്റ്റ്യൻ ഇസ് അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ദ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി മിനിമം. ഞാൻ ചോദിക്കട്ടെ, ഒരു ഫംഗ്ഷൻ മിനിമം ആക്കാനും അല്ലെങ്കിൽ മാക്സിമം ആവുന്നത് കണ്ടുപിടിക്കാനും നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട് മാത്തമാറ്റിക്സ്. എന്തായിരുന്നു ആ മെത്തേഡ് എന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതിന് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അങ്ങനെയായിരുന്നു നിങ്ങൾ പറയാറ്. മാക്സിമം കണ്ടുപിടിക്കുന്നത് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അതായത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. മെത്തേഡ് ഞാൻ പറയാം, അറിയുന്നവർ ചെയ്തോളൂ കേട്ടോ. മെത്തേഡ് എങ്ങനെയാണ്, തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തോ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അത് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, എക്സിന്റെ വാല്യൂ കിട്ടും. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ചെയ്ത് നോക്കാം. സോ യു ഓഫ് എക്സ് ഇസ് ഗിവൺ ആസ് a by x raised to 12 minus b by x raised to 6. ഓക്കെ, കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? du by dx is du by dx will be equal to, അത് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവുമല്ലോ. അതായത് d by dx of x raised to n will be equal to nx raised to n minus 1. അപ്പൊ അതൊക്കെ ചെയ്ത് നോക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഹിയർ എക്സ് റേസ് ടു 12 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സോ അതിനെ ന്യൂമറേറ്ററിലേക്ക് എടുത്ത് ചിന്തിക്കുമ്പോൾ അത് എക്സ് റേസ് ടു -12 എന്നായിരിക്കും വരിക. ശരിയല്ലേ? എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, എ ബി ആർ കോൺസ്റ്റന്റ്. സോ ഡിനോമിനേറ്ററിലുള്ള എക്സ് റേസ് ടു 12നെ ന്യൂമറേറ്ററിലേക്ക് എടുത്ത് ചിന്തിക്കുമ്പോൾ ദാറ്റ് വിൽ ബി എക്സ് റേസ് ടു -12. സോ എക്സ് റേസ് ടു -12ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, ആൻസർ ചാറ്റ് ബോക്സിൽ എത്തി തുടങ്ങി. So d by dx of x raised to -12, that is -12 x raised to -12 minus 1, that is -12 x raised to -13. അല്ലെ, ഞാൻ എല്ലാ സ്റ്റെപ്പും എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് n എന്നതിന്റെ പ്ലേസിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. n എന്ന് പറയുന്നത് -12. ഓക്കെ, സോ ഇതുപോലെ തന്നെ എക്സ് റേസ് ടു 6ഉം നിങ്ങൾക്ക് ചെയ്യാം. എക്സ് റേസ് ടു 6 സെക്കൻഡ് ടേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -6 എക്സ് റേസ് ടു -7 എന്നായിരിക്കും കിട്ടുക. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഡിഫറൻസിയേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, +1 തൊട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം? du by dx should be equal to 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ഭാഗത്തിന്, അതായത് ഇതിന്റെ RHS, ദിസ് ഷുഡ് ബി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് 12a by x raised to 13 equal to 6b by x raised to 7. Very easy. ഇനി 6ഉം 12 നമുക്ക് കട്ട് ചെയ്യാം അല്ലെ? സോ ദർ വിൽ ബി എ 2. ഓക്കെ, റീഅറേഞ്ച് ചെയ്യുക. സോ 2a by b equal to x raised to 13 by x raised to 7. x raised to 13 by x raised to 7 എന്ന് പറയുന്നത് x raised to 6 ആണ് അല്ലെ? കട്ട് ചെയ്ത് കളഞ്ഞാൽ 13 minus 7 6 കഴിഞ്ഞു. സോ എക്സിന്റെ വാല്യൂ എത്രയാണ്? 2a by b raised to 1 by 6. 2a by b raised to 1 by 6. എല്ലാ സ്റ്റെപ്പും സ്ലൈഡിലുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നു ചാറ്റ് ബോക്സിൽ ആകെ ഒരാൾ മാത്രമാണ് ആൻസർ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് കിട്ടാത്തതാണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയോ ബാക്കി എല്ലാവർക്കും? ഓക്കെ, സോ ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് ടൈമിന്റെ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എന്തായാലും ചെയ്യാം. അത് നോക്കി നോക്കൂ. The speed of the particle is 1/2 of its maximum speed when its displacement from the mean position is. ഡിസ്പ്ലേസ്മെന്റ്, അതായത് എക്സിന്റെ വാല്യൂ എത്രയാകുമ്പോഴാണ് സ്പീഡ് എക്സാക്ട്ലി ഹാഫ് വരുന്നത്? മാക്സിമം സ്പീഡിന്റെ ഹാഫ് എപ്പോഴാണ് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. ഓക്കെ, എങ്ങനെയായിരിക്കും മാക്സിമം സ്പീഡിന്റെ ഹാഫ് വാല്യൂയിലേക്ക് എത്തുക? സോ ലെറ്റ് മീ ആസ്ക് യു, വാട്ട് ഇസ് ദ മാക്സിമം സ്പീഡ്, മാക്സിമം വെലോസിറ്റി? ക്വസ്റ്റ്യൻ വായിച്ചുല്ലോ അല്ലേ എല്ലാവരും? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്, ആംപ്ലിറ്റ്യൂഡ് എ എന്നാണ് എടുത്തിരിക്കുന്നത്. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് the speed of the particle becomes equal to half of its maximum value ആണ് ചോദ്യം. മാക്സിമം വാല്യൂ ഓഫ് വെലോസിറ്റി കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. മാക്സിമം വാല്യൂ ഓഫ് വെലോസിറ്റി is ഒമേഗ എ. The expression to calculate velocity is equal to omega root a square minus x square. Okay, ഇനി ചോദ്യത്തിൽ എന്താ പറയുന്നത്? വെലോസിറ്റി മാക്സിമം വെലോസിറ്റിയുടെ ഹാഫ് ആണ് അല്ലെ? മാക്സിമം വെലോസിറ്റിയുടെ ഹാഫ് ആണ് ഇപ്പോഴുള്ള വെലോസിറ്റി. കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഈസിയാണ്. ഈ എക്സ്പ്രഷനിൽ വി എന്നതിന് പകരം നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഒമേഗ എ ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിക്ക് ഒമേഗ എ ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസറിലേക്ക് എത്താം. സിമ്പിൾ ആണ്, വേഗം ചെയ്തോളൂ. വിക്ക് പകരം ഒമേഗ എ ബൈ 2 ക്വസ്റ്റ്യനിൽ പറയുന്നതാണ് കേട്ടോ. സ്പീഡ് ഇസ് ഹാഫ് ഓഫ് ഇറ്റ്സ് മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂവിന്റെ പകുതി, ദാറ്റ് ഇസ് ഒമേഗ എ ബൈ 2. കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക. ഓൺ ബോത്ത് സൈഡ്സ് ദർ ഇസ് ഒമേഗ, സോ കട്ട് ചെയ്യാം. ഒമേഗ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എ ബൈ 2 ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സ്ക്വയർ ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക, യു വിൽ ഗെറ്റ് ആൻസർ. ആ റൂട്ട് കളയുന്നതിന് വേണ്ടി സ്ക്വയർ ചെയ്യുക. സോ എ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. മൈനസ് എക്സ് സ്ക്വയർ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു ആൻസേഴ്സ് വരുന്നുണ്ട്. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4. ജസ്റ്റ് ഒന്ന് ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പെർഫെക്റ്റ് ആൻസർ. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 3a ബൈ 2. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആക്ച്വലി ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഈ ഒരു സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇതുപോലെ എല്ലാ സ്റ്റെപ്പും ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അതുകൂടാതെ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ചുകൂടെ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ടൈം ഇപ്പോൾ ഓൾറെഡി 12 o'clock ആയി. കുറെ പേരൊക്കെ ഇപ്പോൾ ലീവ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇന്നെടുത്ത ഭാഗത്ത് മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരുന്നു, കാരണം ഓസിലേഷൻസ് ആൻഡ് വേവ്സിന്റെ പ്രത്യേകത അതാണ്. നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് കിട്ടും. അതൊക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻസും ആയിരിക്കും, പക്ഷെ ഇതുപോലെ അതായത് ചെറിയ ചെറിയ എന്തെങ്കിലും ട്വിസ്റ്റ് ക്വസ്റ്റിന്റെ ഇടയിൽ വരുത്തിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ സ്ലൈഡ് എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഓൾ.